നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 കായംകുളം ബാബു എന്നറിയപ്പെടുന്ന ബാബു ചേട്ടനെയാണ്. അപ്പോൾ നമുക്ക് ബാബു ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരാം. നമസ്കാരം ബാബു ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ബാബു ചേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമൊക്കെയാണ് മെയിനായിട്ട് കൂടുതൽ, ഈ ക്ഷേത്ര പരിപാടികളാണ്. ചേട്ടൻ്റെ ഇപ്പം വരുമാന മാർഗമൊക്കെ എങ്ങനെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? അത് വീട്ടിൽ ഭാര്യ, 2 മക്കൾ. എൻ്റെ ഭാര്യയുടെ വീടെന്ന് പറഞ്ഞാൽ ഓച്ചിറയാണ്. ഓച്ചിറ ക്ലാപ്പന എന്ന് പറയും. പിന്നെ എനിക്ക് സ്വന്തം സഹോദരങ്ങളൊന്നുമില്ല. എനിക്ക് എന്നെ ഇവിടെ നമ്മുടെ ഹരിപ്പാട് കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വാസന്തി ലക്ഷ്മിയും പറയുന്നത് പോലെ വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനമ്പാടി എന്ന് പറഞ്ഞ പോലെ ആ വഴിയമ്പലത്തിൻ്റെ വടക്കുവശം അതൊരു അന്വർത്ഥമാകുന്ന, അത് അർത്ഥവത്താകുന്ന തരത്തിൽ അതിന് വഴിയമ്പലത്തിന് വടക്കുവശമുള്ള ഒരാളാണ് എന്നെ കുട്ടിക്കാലം തൊട്ട് എടുത്തു വളർത്തിയത്. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ്റെ സംരക്ഷണയിലായിരുന്നു. അവിടുന്ന് ഞാൻ പിന്നെ ഒറ്റയ്ക്ക്, ഇപ്പം ജന്മം കൊണ്ട് ഞാൻ അനാഥനാണ്. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടും മറ്റ് സത്യസായി പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടും അങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഗുരുദേവൻ്റെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് സായി ഭഗവാന്റെയും ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരീയ ഭാവത്തിന് ഒരു അനുഗ്രഹം കൊണ്ടുമാണ് എനിക്ക് ഒരു സനാതത്വം ലഭിച്ചത്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. മൂത്ത മോളുടെ പേര് സായി പ്രിയ എന്നാണ്. ഇളയ മോള് 10ാം ക്ലാസ്സിലാണ് ഇപ്പോഴ്. അത് കായംകുളം ഗേൾസിൽ. മൂത്ത മോൾ MSM. പിന്നെ അതുപോലെ തന്നെ ഇളയ മോളുടെ പേര് സായി ലക്ഷ്മി. എൻ്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നാണ്. ഓച്ചിറയാണ്, ക്ലാപ്പനയാണ് വീട്. പിന്നെ എൻ്റെ വരുമാന മാർഗം എന്ന് പറയുമ്പോൾ ഇപ്പോഴീ കോവിഡ് വന്നതിന് ശേഷം പ്രോഗ്രാമിന് കുറേ താഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കൂടുതലും ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം നാടൻ പാട്ടും പിന്നെ അതുപോലെ തന്നെ തിരുവാതിര. ഇപ്പോൾ തിരുവാതിരയ്ക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ ഈ നാടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിരുവാതിര എന്ന പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും തിരുവാതിരയായിട്ട് മറ്റ് പല റെക്കോർഡ് സോങ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തിരുവാതിര കളിക്കുകയാണ്. പിന്നെ ഈ നാടൻ പാട്ടുകൾ, പിന്നെ മറ്റിപ്പോൾ ഒരു വിവാഹമാണെന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ. ഇപ്പോൾ പാട്ടുകാർക്ക് വലിയ പ്രാധാന്യം കുറവാണ്. പിന്നെ ഫ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പം ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അവർക്ക് DJ അങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാം വന്നുകൊണ്ട് നമ്മുടെ മെലഡി ആയിട്ടോ ഗായകർക്ക് ഒക്കെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതെന്നെയും ഒരു പരിധി വരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രോഗ്രാം കിട്ടാറുള്ളൂ. എനിക്ക് മാത്രമല്ല, മറ്റ് പല ഗായകരുടെ അവസ്ഥ എനിക്കറിയാവുന്നതാണ്. അവരൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ചിലരൊക്കെ എനിക്കറിയാവുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ അത് നമുക്കൊരു വലിയ, പിന്നെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും ഗാനമേളയാണെങ്കിലും ഇപ്പോൾ തന്നെ ഈ സംഗീത പരിപാടിക്കോ ഭക്തി ഗാനസഭയ്ക്കോ ഒക്കെ വളരെ മെജോറിറ്റി കുറവാണ്. നാമസങ്കീർത്തനത്തിന് പൊതുവേ മെജോറിറ്റി കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തിന് അധിഷ്ഠിതരായിട്ട് ജീവിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ അഖണ്ഡനാമത്തിനൊക്കെ പോകാറുണ്ട്. അഖണ്ഡനാമത്തിന് പിന്നെ നമ്മുടെ ഈ സായി ഭജൻസിന് പോകാറുണ്ട്. അതൊക്കെ അഖണ്ഡനാമത്തിന് ഹാർമോണിയം വായിക്കാൻ പോകും. കുറച്ച് ഹാർമോണിയം അഭ്യസിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നോടല്ല, അവിടെ എൻ്റെ ടീമിൽ വന്ന കുറച്ച് പേര് അപ്പോൾ എന്നെ വിളിച്ചതാണ്. അപ്പോൾ തുടങ്ങാൻ താമസിച്ചപ്പോൾ ആ ക്ഷേത്രത്തിലെ 1-2 ജീവനക്കാർ നിങ്ങൾ കൃത്യം രാവിലെ തുടങ്ങുന്നില്ലയോ എന്ന് ചോദിച്ചു. അതേസമയത്ത് അവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ പോലും കൊണ്ടുതരാൻ അതിരാവിലെ ക്ഷേത്ര സംഘടകരാരും കാണത്തില്ല. നമ്മൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന അന്നദാനം രാവിലെ കഞ്ഞിയാണ്. നമ്മൾ ആ കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലെ കാശ് മുടക്കി രാവിലെ ആഹാരം കഴിച്ചോളണം. നമുക്കൊരു പാട്ടായാലോ? ആ പാടാം. ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ ആദ്യം ആലപിച്ച ഫസ്റ്റ് എൻ്റെ എൻട്രി ആയിട്ടുള്ള ഒരു ഗാനമാണ് ഞാൻ പാടുന്നത്. ദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. നമ്മുടെ വീഡിയോ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അടിക്കുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.